ഞാൻ നട്ട കൂവേലി ഇല വന്നപ്പോൾ മുതലേ എനിക്കൊരാലോചന ഉണ്ടായിരുന്നു, കുറച്ച് കൂവേല ഇപ്പോൾ ഉണ്ടാക്കണമെന്ന്. പക്ഷേ ആലോചന എല്ലാം നീണ്ട് അങ്ങനെ പോയതല്ലാതെ ഇല ഉണങ്ങുകയും ചെയ്തു. എൻ്റെ ആലോചന അങ്ങനെ നീണ്ടു പോവുകയും ചെയ്ത്. ഇനി ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ തിളിർത്ത് വന്ന ചെടിയുടെ മണ്ടയ്ക്ക് തന്നെ കത്തി വെച്ച് കേട്ടോ. കിട്ടിയ ഇലയെല്ലാം കൂടി നുള്ളി പറക്കി കിച്ചണിലോട്ട് വന്നപ്പോഴതാ 2 കുറ്റിയും കാലിയായിരിക്കുന്നത്. കാലിക്കുറ്റി നിറയ്ക്കാൻ ഞാൻ വിട്ടുപോയി. ഇതുവരെ പറ്റാത്തൊരബദ്ധമാണ് കേട്ടോ. എന്തായാലും മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടില്ല എന്ന് വെച്ചിട്ട് കറണ്ട് അടുപ്പിൽ തന്നെ ഇതെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചേ. ശർക്കര എന്തായാലും ഇതിൽ വെച്ച് ഉരുക്കിയെടുക്കാൻ എനിക്ക് ധൈര്യമില്ല കേട്ടോ. പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ശർക്കര പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിലാകുമ്പോഴേക്കും മണ്ണൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ തേങ്ങയും ശർക്കരയും ഏലക്കയും കൂടെ ഒന്ന് മിക്സാക്കി എടുത്ത് കേട്ടോ. എന്നിട്ട് നമ്മുടെ കുവേലയിലോട്ട് മാവ് വെച്ച് നീളത്തിനങ്ങ് വരത്തിയെടുത്ത് എന്നിട്ട് നമ്മുടെ ഫില്ലിങ്ങൊക്കെ നിറച്ച് കൊടുത്ത് പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പൊടിയണി ഇലയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഇലയപ്പത്തിന് വേറൊരു ടേസ്റ്റാണ്. നമ്മുടെ വാഴ ഇലയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഇലയപ്പത്തിന് വേറൊരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ കൂവ ഇലയിലും ഞാൻ ഇലയപ്പം ഉണ്ടാക്കി നോക്കി കേട്ടോ. പക്ഷേ ഇതിന് പ്രത്യേകിച്ച് കൂവയുടെ ഇല ടേസ്റ്റൊന്നുമില്ല. സാധാരണ ഒരു മധുരമുള്ള അപ്പം കഴിക്കുന്നത് പോലെ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ആ ആഗ്രഹം അങ്ങ് സാധിച്ചെടുത്തു കേട്ടോ. അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ തന്നെയല്ലേ സാധിച്ചെടുക്കേണ്ടത്. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.